ഹലോ ഗൈസ്, ആദ്യമേ തന്നെ മിസ്റ്റർ ഇംപെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു USB സ്റ്റിക്ക് ഉണ്ടാക്കുന്നത്, അതായത് ബൂട്ടബിൾ USB ഡ്രൈവ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ കാണിച്ചു. അതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവർ ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണുക. എന്നാലാണ് നമുക്ക് എങ്ങനെ ഒരു USB സ്റ്റിക്ക് അല്ലെങ്കിൽ ബൂട്ടബിൾ USB ഉണ്ടാക്കുക എന്നുള്ളത് ഫസ്റ്റ് പാർട്ടിൽ കാണിക്കും. അതിന്റെ കണ്ടിന്യൂഷൻ ആണത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കാണിച്ച പോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഫസ്റ്റ് USB ഡ്രൈവ് ബൂട്ടബിൾ ആക്കിയ USB ഡ്രൈവ് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം സ്വിച്ച് ഓൺ ചെയ്യുക. ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഓരോ മദർ ബോർഡിനനുസരിച്ച് അതിന്റെ ബൂട്ട് മെനു സെലക്ട് ചെയ്യുന്ന കീ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഞാനിപ്പോ ഉപയോഗിക്കുന്നത് ലെനോവോ ലാപ്ടോപ്പാണ്. ലെനോവോ ലാപ്ടോപ്പിൽ F12 എന്ന കീ ആണ്. അപ്പോൾ ലെനോവോന്റെ ലോഗിൻ സ്ക്രീൻ വന്നപ്പോൾ തന്നെ ഞാൻ F12 പ്രസ് ചെയ്തിരുന്നു. ആ പ്രസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബൂട്ട് മെനുവിലേക്ക് വന്നത്. അപ്പൊ ഈ ബൂട്ട് മെനുവിൽ നമുക്ക് ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ഹാർഡ് ഡിസ്ക് ആണ്. ഹാർഡ് ഡിസ്കിലേക്കാണ് നമുക്ക് വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ സെക്കൻഡ് കാണുന്നതാണ് നമ്മുടെ ബൂട്ടബിൾ ഡിവൈസ് ആയ USB. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് എന്റർ കൊടുക്കുക. അപ്പോൾ നമുക്കൊരു സ്ക്രീൻ വരുന്നതാണ്. ആ സ്ക്രീനിൽ നമ്മൾ കാണുന്നത് വിൻഡോസ് 10ന്റെ ലോഗോ ആണ്. വിൻഡോസ് 10ന്റെ ലോഗോ, അതായത് USB ഡ്രൈവിൽ നിന്ന് ആ വിൻഡോസ് 10 നമുക്കിപ്പോ ആ USB ഡ്രൈവിൽ നിന്നാണ് ഇപ്പോൾ ബൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ സിസ്റ്റം USB സ്റ്റിക്കിൽ നിന്നാണ് ബൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ക്ലിയർ ആകുമെന്ന് വിചാരിക്കുന്നു. വന്നിരിക്കുകയാണ് വിൻഡോസിന്റെ ഒരു സ്ക്രീനിലേക്ക് വന്നു. ഇതിനകത്ത് നമ്മൾ ആദ്യമേ കാണുന്നത് ലാംഗ്വേജ് ആണ്. ലാംഗ്വേജസ് ടു സെലക്ട്, ലാംഗ്വേജ് ടു ഇൻസ്റ്റാൾ. അതിനകത്ത് ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നാണ് കാണുന്നത്. അതിനകത്ത് നമുക്ക് ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തന്നെയാണ്, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. ഇനി നമുക്ക് കാണുന്നത് 2 ഓപ്ഷൻസ് ആണ്. ഒന്ന് റിപ്പയർ യുവർ കമ്പ്യൂട്ടർ, പിന്നെ ഇൻസ്റ്റാൾ നോ. റിപ്പയർ യുവർ കമ്പ്യൂട്ടറും ഇൻസ്റ്റാൾ നോ. ഓൾറെഡി നമ്മുടെ കമ്പ്യൂട്ടറിൽ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് റിപ്പയർ യുവർ കമ്പ്യൂട്ടർ കൊടുത്തു, അതായത് കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഒരു ഫയല് മിസ്സായി പോവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് നമ്മുടെ വിൻഡോസ് കറപ്റ്റ് ആവുകയോ എന്തെങ്കിലും സംഭവിച്ചതാണെങ്കിൽ റിപ്പയർ യുവർ കമ്പ്യൂട്ടർ എന്ന മെനു വഴി നമുക്ക് അത് കറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ല, നമ്മളിപ്പോ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഒരു വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻസ്റ്റാൾ നൗ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പൊ ഇൻസ്റ്റാൾ നൗ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ കാണുന്നത് സെറ്റപ്പ് ഈസ് വെയിറ്റിംഗ് എന്നാണ്. അതായത് ഈ സെറ്റപ്പ്, അതായത് നമ്മുടെ USB ഡ്രൈവിൽ നമ്മൾ ഉള്ള ആ വിൻഡോസിന്റെ അതിൽ നിന്ന് സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിൻഡോസിന്റെ സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു കുറച്ച് ടൈം എടുക്കുന്ന പ്രശ്നമാണ്. അപ്പൊ നമ്മൾ അതിന്റെ ലൈസൻസ് ടേംസ് ഫസ്റ്റ് കാണുന്ന സ്ക്രീൻ അതാണ്. ലൈസൻസ് ടേംസ് നമ്മളത് അക്സെപ്റ്റ് എന്നുള്ള ഈ ഒരു ബോക്സ് ടിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ഇനി 2 ഓപ്ഷൻസ് ആണ് നമുക്ക്. ഏത് ടൈപ്പ് വിൻഡോസ് ആണ് നമുക്ക് ഇൻസ്റ്റാൾ, അതായത് ഒന്നില്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം അല്ലെങ്കിൽ കസ്റ്റം ഇൻസ്റ്റാളേഷൻ ആണ്. അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ള ഓൾറെഡി നമുക്ക് വിൻഡോസ് വേർഷൻ നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ PCയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ മാത്രമാണ് നമ്മൾ അപ്ഗ്രേഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഞാൻ പ്രിഫർ ചെയ്യുന്നത് കസ്റ്റം ഇൻസ്റ്റാളേഷൻ കൊടുക്കാനാണ്. കാരണം അതാണ് നമുക്ക് നല്ലത്. അപ്പോൾ കസ്റ്റം ഇൻസ്റ്റാളേഷൻ, അതായത് ഫ്രഷ് ആയിട്ട് നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ അത് കൊടുത്തു. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലുള്ള പാർട്ടീഷൻ, ഇത് നമുക്ക് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണ്. അതായത് നമ്മുടെ ഹാർഡ് ഡിസ്കിന്റെ പാർട്ടീഷൻസുകളാണ് ഈ സ്ക്രീനിൽ കാണിക്കുന്നത്. നമ്മുടെ ചില PCകളിലാണെങ്കിൽ, അതായത് നമ്മുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ 2 ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കുന്നവരുണ്ടാവും. അപ്പോൾ 2 ഹാർഡ് ഡിസ്കിന്റെയും പാർട്ടീഷൻ, അതായത് ഹാർഡ് ഡിസ്ക് ആണ് വേണ്ടത് എന്നുള്ളതൊക്കെ ചോദിക്കും. അതെ, ലാപ്ടോപ്പുകളിലാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹാർഡ് ഡിസ്ക് ആണ് ഉപയോഗിക്കുന്നത്. ഈ ഹാർഡ് ഡിസ്കിന്റെ പാർട്ടീഷൻസുകളാണ് 5 പാർട്ടീഷൻ, 6 പാർട്ടീഷനാണ്, 7 പാർട്ടീഷനാണ് ഇതിനകത്ത് ഉള്ളത്. അതിൽ എന്ന് പറഞ്ഞാൽ റിക്കവറി പാർട്ടീഷൻ ഉണ്ട്, സിസ്റ്റം പാർട്ടീഷൻ ഉണ്ട്, അങ്ങനെ പ്രൈമറി പാർട്ടീഷൻ, അങ്ങനെ പല ടൈപ്പ് പാർട്ടീഷനുകളാണ് ഇതിനകത്തുള്ളത്. ഇത് 1 TB ഒരു ഹാർഡ് ഡിസ്ക് ആണ് ഞാനിപ്പോ
ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ സ്ക്രീൻ വഴിയാണ് നമ്മൾ പലരും സംശയം ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് എന്റെ വിൻഡോസ് ഞാൻ ഫോർമാറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്റെ ലാപ്ടോപ്പ് ഞാൻ ഫോർമാറ്റ് ചെയ്യുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഫോർമാറ്റ് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് മെത്തേഡ്, അതായത് ആപ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല മെത്തേഡാണ് ഒരു വിൻഡോസിന്റെ ഫയല് അല്ലെങ്കിൽ വിൻഡോസിന്റെ USB സ്റ്റിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ CD വെച്ചിട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെനുവിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് നമ്മളിപ്പോ പെൻഡ്രൈവിന് പകരം നമ്മൾ ചിലർ USB അല്ല USB പോട്ടെ നമ്മുടെ CD ഡ്രൈവ് ഉപയോഗിക്കുന്നവരുണ്ടാവാം. ഇപ്പോൾ ബൂട്ടബിൾ ആയിട്ടുള്ള ഒരു CD കിട്ടിയാൽ നമുക്ക് അതിൽ നിന്നും വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ അത് കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ നമ്മളതൊരു ലാപ്ടോപ്പുകളിലൊന്നും ഇപ്പോൾ CD പോർട്ട് വരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സിസ്റ്റംസിലാണെങ്കിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ അതുവഴിയും ചെയ്യാം. ഇതേ സെയിം മെത്തേഡ് തന്നെയാണ്. F12 എന്നുള്ള കീ പ്രസ് ചെയ്യുക, ഇതേ പ്രൊസീജിയർ, ബാക്കിയെല്ലാം സെയിം പ്രൊസീജിയർ ആണ്. അപ്പോൾ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ഒരു പാർട്ടീഷൻ ചെയ്യുന്നത്, അതായത് ഈ ഡ്രൈവുകൾ എങ്ങനെ പാർട്ടീഷൻ ചെയ്യാമെന്നാണ്. നമുക്ക് വിൻഡോസ് ഓൺ ആയതിനു ശേഷവും പാർട്ടീഷൻ ചെയ്യാം, പക്ഷേ ആപ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഇത് തന്നെയാണ്. അപ്പോൾ ഈ ഡ്രൈവുകളെല്ലാം ഞാൻ ഓൾറെഡി ഉള്ളത് ഡിലീറ്റ് ചെയ്യുന്ന എങ്ങനെയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അതായത് ഇപ്പോൾ നമ്മുടെ ഈ 326 GB ആ ഡ്രൈവ് അൺഅലോക്കേറ്റഡ് സ്പേസ് ആയി മാറി. അതേപോലെ 312 GB ഡ്രൈവ് ഉണ്ട്, അതും നമ്മൾ ഡിലീറ്റ് ചെയ്യാണ്, അതും അൺഅലോക്കേറ്റഡ് സ്പേസ് ആയി മാറി. ഇനി നമുക്ക് ഡ്രൈവ് ഡിലീറ്റ് ചെയ്യുക അല്ലാണ്ട് ഇപ്പോൾ അൺഅലോക്കേറ്റഡ് സ്പേസിലേക്ക് കൂടി വന്നിട്ടുണ്ട്. ഇനി ഡ്രൈവ് ഡിലീറ്റ് ചെയ്യുക അല്ലാണ്ട് നമുക്ക് ഫോർമാറ്റ് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് എന്നുള്ള മെനു ക്ലിക്ക് ചെയ്താൽ ആ ഡ്രൈവ് ഫോർമാറ്റ് മാത്രമാകുന്നുള്ളൂ. അതായത് അതിനകത്തുള്ള ഫുൾ സ്പേസ്, ഫ്രീ സ്പേസ്, ടോട്ടൽ സ്പേസും ഈക്വൽ ആവും. പക്ഷെ നമ്മളത് ഡിലീറ്റ് അല്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഡ്രൈവ് പാർട്ടീഷൻ അങ്ങനെ തന്നെ കിടക്കുകയാണ്. നമുക്ക് പാർട്ടീഷൻ ഡിലീറ്റ് ചെയ്ത് കളയാം. നമ്മൾ ഫ്രഷ് ആയിട്ട് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇനി വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് C ഡ്രൈവ് മാത്രം ഫോർമാറ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ള ഡ്രൈവുകളിലെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ തന്നെ വേണം എന്നുള്ളവരുണ്ടെങ്കിൽ C ഡ്രൈവിന്റെ നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്നതിന് മുമ്പ് C ഡ്രൈവിന്റെ സ്പേസ് ഏകദേശം അറിഞ്ഞിരിക്കുക. പ്രൈമറി ആയിരിക്കും ഇവിടെ ടൈപ്പ് വരിക. എന്നാലും നമ്മൾ 2 പ്രൈമറി ഉണ്ടെങ്കിൽ നമുക്ക് സ്പേസ് ടോട്ടൽ സൈസ് എന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ എളുപ്പം കണ്ടുപിടിക്കാം. അപ്പോൾ ആ ഡ്രൈവ് മാത്രം സെലക്ട് ചെയ്തിട്ട് അത് ഫോർമാറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തേക്കാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ ഇവിടെ നമുക്ക് എല്ലാ പാർട്ടീഷനുകളും ഡിലീറ്റ് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ എല്ലാ പാർട്ടീഷനുകളും സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാണ്. കാരണം ഫോർമാറ്റ് ചെയ്യുന്നതും കൂടി എങ്ങനെയാണെന്ന്, അതായത് പാർട്ടീഷൻ ചെയ്യുന്നതും എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഞാനിപ്പോ എല്ലാ പാർട്ടീഷനുകളും ഡിലീറ്റ് ചെയ്തു. ഇനിയിപ്പോ നമ്മുടെ ആകെ അൺഅലോക്കേറ്റഡ് സ്പേസ് ആണ് കാണിക്കുന്നത് 931.5 GB, അതായത് 1 TB അടുത്ത്. അതാണ് നമ്മുടെ 1 TB ഹാർഡ് ഡിസ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്പേസ് ഇത്രയുമാണ്. ഇതാണ് നമ്മുടെ അൺഅലോക്കേറ്റഡ് സ്പേസ് ആണ് കാണിക്കുക. അപ്പൊ നമ്മൾ ഇനി പാർട്ടീഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. അതായത് ഈ അൺഅലോക്കേറ്റഡ് സ്പേസിന് നമുക്ക് ഓരോ ഡ്രൈവും, ഇപ്പോൾ 1 TB ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ, അതായത് നമുക്ക് വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു 200 GB എങ്കിലും നമ്മൾ പ്രൈമറി പാർട്ടീഷൻ ആയിട്ട് കൊടുക്കുക. പ്രൈമറി പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഡിസ്ക് C, അതായത് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്തെന്ന് പറയുമ്പോൾ 200 GB, നമ്മൾ 1024 MB ആണ് 1 GB. ഇവിടെ MB-യിലാണ് സൈസ് കാണിക്കുന്നത് MB-യിലാണ്. അപ്പൊ നമുക്ക് 1024 കറക്റ്റ് ഗുണിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഏകദേശം 200 എത്തണമെങ്കിൽ നമുക്കറിയാലോ, 200 × 1000 ചെയ്താൽ എത്രയാണെന്ന് 2 ലക്ഷമാണ് ഇവിടെ കൊടുക്കേണ്ട വാല്യൂ. അപ്പൊ നമ്മൾ അങ്ങനെ ആപ്റ്റായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ മാറ്റി നമ്മൾ ജസ്റ്റ് 2 കൊടുത്തു. അപ്പൊ 2 ലക്ഷത്തി സംതിങ് എത്തി 20 ആക്കി. അപ്പൊ നമ്മൾ ഏകദേശം 200 GB ആണ്. നമുക്ക് അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പൊ നമ്മുടെ പാർട്ടീഷൻ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പാർട്ടീഷൻ 2 പ്രൈമറി 200 GB അടുത്ത് 198.6 GB ആണ് നമ്മുടെ പ്രൈമറി പാർട്ടീഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെയും അലോക്കേറ്റഡ് സ്പേസിൽ 732 ഉണ്ട്. അതിന് വീണ്ടും പാർട്ടീഷൻ ചെയ്യാം. നമ്മൾ ബാക്കിയെല്ലാം ഒരു ഏകദേശം 200 GB തന്നെ ഡ്രൈവുകളാക്കി സെറ്റ് ചെയ്യാണ്. 240 അങ്ങനെല്ലാം നമ്മൾ എന്ത് ചെയ്തു, 200 GB ഏകദേശമാക്കിയിട്ട് സെറ്റ് ചെയ്തു. 244, 198 അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
അൺഅലോക്കേറ്റഡ് സ്പേസ്, ഈ ഹാർഡ് ഡിസ്കിന് നമുക്ക് എല്ലാ ഇതും ഞാനിതിപ്പോൾ അൺഅലോക്കേറ്റഡ് സ്പേസ് ആയിട്ട് തന്നെ കൊടുക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ 293 GB അവിടെ ഫ്രീ അപ്പ് ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതായത് പിന്നെ നമുക്ക് പാർട്ടീഷൻ ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാനിപ്പോൾ പാർട്ടീഷൻ 2യിലേക്ക്, അതായത് പാർട്ടീഷൻ 2 198 GB ഈ പാർട്ടീഷനിലേക്കാണ് ഞാൻ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ കൊടുക്കുന്നത്. അത് സെലക്ട് ചെയ്യുക, ശേഷം എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. നമുക്ക് കാണുന്നത് പോലെ വിൻഡോസിന്റെ ഫയല് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു സ്ക്രീനിലേക്ക് വരും. ഇനി ഇൻസ്റ്റാളിംഗ് വിൻഡോസ് എന്നുള്ള ഈ സ്ക്രീനിൽ എല്ലാം നമുക്ക് ടിക്ക് മാർക്ക് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ഇപ്പോൾ കോപ്പിയിങ് വിൻഡോസ് ഫയൽസ് എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ടിക്ക് മാർക്ക് വന്നു. ഗെറ്റിംഗ് ഫയൽസ് റെഡി, അതിൽ %0 ആണ്, അത് ഇനി 100% ആവും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫിനിഷിംഗ് അപ്പ് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊരു നമുക്ക് കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്യാം. ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് ലെങ്തി ആയിട്ട് കാണിക്കുന്നുള്ളൂ. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് പഠിച്ചാൽ പിന്നെ വളരെ എളുപ്പമാണ്. നമുക്കിത് ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഒരു കേസാണ്. നമ്മൾ അത് ലാപ്ടോപ്പ് നന്നാക്കുന്ന കടകളിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നന്നാക്കുന്ന കടകളിലോ ഇത് കൊടുക്കുകയാണെങ്കിൽ ഒരു 1750 രൂപ വരെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നതാണ്. അപ്പോൾ ആ ഒരു റേറ്റ് നമുക്ക് മാറ്റി കിട്ടുന്നതിന് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. നമുക്ക് സ്വന്തമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിൻഡോസ് മാറ്റാം, വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യാം. അതേപോലെ വിൻഡോസ് വേണ്ട ലിനക്സിന്റെ ഏതെങ്കിലും വേർഷൻ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അല്ല, നമ്മൾ ഹാർഡ് ഡിസ്ക് ഒന്ന് ചേഞ്ച് ചെയ്യാണ്, അതായത് 500 GB ഒരു ഹാർഡ് ഡിസ്ക് ആയിരുന്നു, നമുക്ക് 1 TB ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റി. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ വിൻഡോസ് പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് സ്വന്തമായിട്ട് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാമെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഹാർഡ് ഡിസ്കിന് എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ പാർട്ടീഷൻ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് ഫിനിഷിംഗ് അപ്പ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ ഇപ്പോൾ 83% ആയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് ഈ ഗെറ്റിംഗ് ഫയൽസ് റെഡി ഫോർ ഇൻസ്റ്റാളേഷൻ എന്നുള്ള ആ ഒരു ഓപ്ഷനിലാണ്. അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടൈം എടുക്കുന്നത്. നമുക്ക് ഏകദേശം വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് വരാനായിട്ട് ടോട്ടൽ ഒരു അരമണിക്കൂറിനടുത്താണ് എടുക്കുന്നത് ഒരു സിസ്റ്റം. പിന്നെ നമ്മൾ ആവശ്യത്തിന് ബാക്കിയുള്ള എല്ലാം കൂടിയും സെറ്റപ്പ് ചെയ്ത് നമ്മൾ കസ്റ്റമൈസ് ഒക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഒരു 1 ഹവറിനടുത്ത് നമുക്ക് വിൻഡോസിന്റെ ഇൻസ്റ്റാളേഷന് വേണ്ടി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ 1 ഹവർ നമ്മൾ ഫ്രീ ആയിട്ടുള്ള സമയത്ത് തന്നെ ചെയ്യണമെന്നില്ല. കാരണം നമ്മൾ ഒരു 2 പ്രാവശ്യം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഓപ്പൺ ചെയ്ത് വെച്ച് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ കൊടുത്തതിന് ശേഷം നമുക്ക് വേറെ എന്തെങ്കിലും പ്രോസസ്സുകളൊക്കെ ചെയ്യാനായിട്ട് മാറിയേക്കാം. കാരണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളും. കാരണം ഞാനിപ്പോൾ കണ്ടിരുന്നില്ലേ, നമ്മൾ കോപ്പിയും ഫയൽസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളൊരു ഓക്കെയോ അങ്ങനെ എന്തെങ്കിലും ഒരു ടാബോ ക്ലിക്ക് ചെയ്യോ അങ്ങനെയൊന്നും വേണ്ട. ബാക്കിയെല്ലാം അത് സ്വന്തമായിട്ട് തന്നെ ചെയ്യാണ്. കോപ്പിയിങ് ഫയൽസ് കഴിഞ്ഞ് ആ ഒരു മെത്തേഡിൽ ഇൻസ്റ്റാൾ വിൻഡോസ് ഇങ്ങനെ സ്വന്തമായിട്ട് ഫിനിഷിംഗ് അപ്പ് വരെ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇൻസ്റ്റാളിംഗ് ഫീച്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ പെട്ടെന്ന് ടിക്ക് വെട്ട് വന്നു. ഈ ഇൻസ്റ്റാളിംഗ് അപ്ഡേറ്റ്സ് എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഫിനിഷിംഗ് അപ്പ് ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഗെറ്റിംഗ് ഫയൽസ് റെഡി ഫോർ ഇൻസ്റ്റാളേഷൻ എന്നുള്ള ആ ഒരു ഓപ്ഷനാണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടു, അടുത്ത ഓപ്ഷനും ടിക്ക് ബട്ടൺ വന്നിരിക്കുന്നു. ഇനിയുള്ളത് ഫിനിഷിംഗ് അപ്പ് എന്നുള്ള ഒരു ഓപ്ഷനാണ്. ഫിനിഷിംഗ് അപ്പ് എന്നുള്ള ഓപ്ഷൻ കഴിഞ്ഞാൽ വിൻഡോസ് നീഡ് ടു റീസ്റ്റാർട്ട് ടു കണ്ടിന്യൂ. അത് ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ നമുക്കിവിടെ റീസ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യും. വിൻഡോസ് റീസ്റ്റാർട്ട് ചെയ്യാണ്. പ്രാവശ്യം നമ്മൾ കീ ഒന്നും പ്രസ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് വിൻഡോസ് റീസ്റ്റാർട്ട് ചെയ്ത് വിൻഡോസിന്റെ ഫയല് വിൻഡോസിൽ നിന്ന് ബൂട്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ഹാർഡ് ഡിസ്കിൽ വേറെ ഒന്നുമില്ല, കാരണം നമ്മളെല്ലാം ഡിലീറ്റ് ചെയ്താണ്, വേറൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ല. അപ്പോൾ വിൻഡോസ് ഇൻസ്റ്റാൾ ആയത് തന്നെയാണ്, വിൻഡോസ് ആണ് നമ്മളിപ്പോൾ അതിൽ നിന്നാണ് ബൂട്ടായിക്കൊണ്ടിരിക്കുന്നത്. വിൻഡോസിന്റെ അടിയിൽ നമുക്ക് ലോഡിംഗ് സ്ക്രീൻ കാണുന്നുണ്ട്. അതിൽ ഗെറ്റിംഗ് ഡിവൈസസ് റെഡി 25% ആയി. ഇത് നമുക്ക് അധികം ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്നാവുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാളേഷന്റെ ഏകദേശം ഒരു 90% ഓൾറെഡി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പേഴ്സണലൈസ് ചെയ്യാവുന്ന ഒരു 10% കൂടെ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് നമ്മൾ ഈ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. അതിന് ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് പാർട്ട് കണ്ടവർക്ക് സെക്കൻഡ് പാർട്ട്
നമുക്ക് വളരെ എളുപ്പമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് പാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു USB ബൂട്ടബിൾ USB വേണം, അല്ലെങ്കിൽ ഒരു ബൂട്ടബിൾ CD വേണം. അപ്പോൾ ബൂട്ടബിൾ USB എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് കണ്ടതിന് ശേഷം സെക്കൻഡ് പാർട്ടിലേക്ക് വരിക. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ മിസ്റ്റർ ഇംപെർഫെക്റ്റ് എന്ന ചാനലാണ്. ഇത് ടെക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനലാണ്. ടെക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ടെക്ക് ബ്ലോഗ്, പിന്നെ കുറച്ച് DIY പ്രൊജക്റ്റുകളാണ്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്തതായി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ഈ പ്രോസസ്സ് ഗെറ്റിംഗ് റെഡി എന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നതിൽ അത് കുറച്ച് ലിറ്റിൽ ബിറ്റ് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ സിസ്റ്റത്തിലേക്ക്, അതായത് ഹാർഡ് ഡിസ്ക് നമ്മുടെ ലാപ്ടോപ്പ് ഫുള്ളായിട്ട്, അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ല നമ്മുടെ PC ആണെങ്കിൽ PC ഫുള്ളായിട്ട് നമുക്ക് വിൻഡോസ് 10 കസ്റ്റമൈസ് ചെയ്ത് ഓപ്പണായി വരാനുള്ള ഒരു ടൈമാണത്. അപ്പോൾ നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് നെക്സ്റ്റ് വന്ന സ്ക്രീൻ വിൻഡോസ് 10 കളറ് എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ളൊരു കളറാണ്. ഒരു സ്കൈ ബ്ലൂ കളറാണ്. അത് ജസ്റ്റ് ഒരു ക്ലാസിക് ലുക്കാണ്. നമുക്ക് കാണുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു ക്ലാസിക് ലുക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിൻഡോസ് 10 നല്ലൊരു വേർഷനായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ജസ്റ്റ് എ മൊമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലോഡിംഗ് സ്ക്രീൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വന്നത് വെൽക്കം എന്നുള്ള കോർട്ടോണ. A little sign in here, a touch of Wi-Fi there, and we'll have your PC ready for all you plan to do. You can use your voice or the keyboard along the way, and if you'd like me to stay quiet, you can just mute your PC. If you need an assistive screen reader, press the Windows, Control, and Enter keys at the same time to enable narrator. Okay, enough intro. Let's dig in. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചത് കോർട്ടോണ ആയിട്ടാണ്. Your region is set to the United States. Is that right? നമ്മളിതിനകത്ത് നമ്മുടെ റീജിയൻ ആണ് കോർട്ടോണ നമ്മളോട് ചോദിച്ചത്. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഓൾറെഡി സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ അത് ഇന്ത്യ നമ്മുടെ കൺട്രി ഇന്ത്യയിലേക്ക് മാറ്റിയാണ്. അത് അപ്പോൾ ഇന്ത്യ നമ്മൾ കണ്ടു. ഇന്ത്യ സെലക്ട് ചെയ്യുക, എസ് കൊടുത്തു. വീണ്ടും ജസ്റ്റ് എ മൊമെന്റ് എന്നുള്ള ഒരിതാണ്. നമ്മുടെ വിൻഡോസ് 10 നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള കോർട്ടോണയാണ്. കോർട്ടോണ നമ്മളോട് ചോദിച്ചത് നമ്മളോട് ഇംഗ്ലീഷ് ഇന്ത്യ ലാംഗ്വേജ് ചൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കീബോർഡ് ലേഔട്ട് ഇംഗ്ലീഷ് ഇന്ത്യ മതിയോ എന്നാണ് ചോദിച്ചത്. കീബോർഡ് ലേഔട്ട് ആണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഇന്ത്യ കൊടുത്തു, എസ് കൊടുത്തു. അനദർ കീബോർഡ് ലേഔട്ട് ആണെന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് സ്കിപ്പ് കൊടുക്കാം. നമ്മളോട് നമ്മുടെ സിസ്റ്റത്തിന്റെ നെയിം ടൈപ്പ് ചെയ്യാനാണ് വന്നത്. ഞാനിപ്പോൾ എന്റെ ചാനൽ നെയിമാണ് കൊടുക്കുന്നത്. സോറി, ഓക്കെ. നമ്മുടെ ചാനൽ നെയിം മിസ്റ്റർ ഇംപെർഫെക്റ്റ് എന്ന ചാനലാണ് അതാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ നെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെയിം സജസ്റ്റ് ചെയ്തിട്ട് അവിടെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ഒരു പാസ്വേഡ്, ഞാനിപ്പോൾ 123 എന്നാണ് കൊടുത്തത്. നിങ്ങൾക്ക് എന്ത് പാസ്വേഡ് ആണെങ്കിലും അതിനകത്ത് കൊടുക്കാം. നിങ്ങളുടെ സിസ്റ്റത്തിന്റെ പാസ്വേഡ് ആയിട്ട് സെറ്റ് ആവുന്നതാണത്. പിന്നെ നമുക്ക് സിസ്റ്റം ഓൺ ആയതിനു ശേഷം നമുക്ക് എപ്പോഴാണെങ്കിലും ഇത് മാറ്റാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക. അത് റീ എൻട്രി ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ വീണ്ടും റീ എൻട്രി ചെയ്തു. നമുക്ക് എല്ലാത്തിനും കോർട്ടോണയുടെ ഒരു നിർദ്ദേശമുണ്ട്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന നമുക്ക് ജസ്റ്റ് ഒരു ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ജസ്റ്റ് ഒരു സിമ്പിൾ ഫണ്ണി ആയിട്ട് നമുക്ക് തോന്നുന്നു ഇടയ്ക്ക്. Now, with an offline account, if you forget your password, the only way to retrieve it is with a hint. So make sure it's memorable. പാസ്വേഡ് ഹിന്റ് കൊടുക്കാനാണ് പറയുന്നത്. നമ്മൾ പാസ്വേഡ് ഹിന്റ് ആയിട്ടും 123 തന്നെ കൊടുത്തത്.
നമുക്ക് സാധാരണ നമ്മുടെ പാസ്വേഡ് ഓർക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഹിന്റ് അവിടെ ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടത്തിന് അത് ചെയ്യാം. ഞാനിപ്പോ ജസ്റ്റ് 1 2 3 തന്നെ കൊടുത്തു. ഇത് നമ്മൾ ഡെമോൺസ്ട്രേഷൻ ആണല്ലോ. It's important that your password hint doesn't contain your password. That kind of defeats the purpose, really. Go ahead and pick another hint. കോർട്ടൺ നമ്മളോട് പറഞ്ഞത് പാസ്വേഡ് തന്നെ പാസ്വേഡ് ഹിന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും കൊടുക്കണമെന്നാണ്. അപ്പോൾ ഞാനിപ്പോ ജസ്റ്റ് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ABC എന്ന് കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു. Hey, look, that's me, Cortana. Can I have permission to use the info I need to do my best work? കോർട്ടൺ നമ്മൾ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് സെറ്റ് ചെയ്യണമെന്ന് വായിക്കണേ, നമ്മൾ എസ് കൊടുക്കാണ്. These are the settings Microsoft recommends. Go ahead and review them and select accept when you're ready. ഇതിൽ നമ്മൾ വലിയ കാര്യമായിട്ട് മാറ്റേണ്ട ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിനുള്ള ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഡിഫോൾട്ട് സെറ്റിംഗ്സ് ആണ്. സ്പീച്ച് റെക്കഗ്നിഷൻ, ലൊക്കേഷൻ, അതൊക്കെ അത് നമ്മൾ അക്സെപ്റ്റ് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റാം. അപ്പൊ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ എത്തിയെന്നാണ് കോർട്ടൺ പറഞ്ഞത്. We just need to get a few more things polished up for you, and Windows will be all yours. Looking forward to helping out. നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞു. ഇതാ നമ്മുടെ സ്ക്രീനിലേക്ക് വന്നു. അതായത് നമ്മുടെ വിൻഡോസ് 10ന്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള ഫസ്റ്റ് സ്ക്രീനാണത്. നമ്മൾ എപ്പോഴും വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫസ്റ്റ് കാണുന്ന സ്ക്രീൻ, അതായത് വിൻഡോസ് 10ന്റെ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഒരു സ്ക്രീൻ ഇതാണ്. ബാക്ക്ഗ്രൗണ്ട് സ്ക്രീൻ ഇങ്ങനെയായിരിക്കും. അതുകൂടാണ്ട് നമുക്ക് ആകെ റീസൈക്കിൾ പിൻ എന്നുള്ള ലോഗോ മാത്രമാണ് വിൻഡോസിൽ ഉണ്ടാവുക. നമുക്ക് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. നമ്മുടെ ഡ്രൈവുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദിസ് PC എടുക്കുക. അപ്പോൾ ദിസ് PC എടുത്തതിന് ശേഷം നമുക്ക് കാണുന്നത് ഇങ്ങനൊരു സ്ക്രീനാണ്. ഇതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ ഓൾറെഡി പെൻഡ്രൈവ് ഇതിനകത്ത് ഉള്ളതുകൊണ്ടാണ് വിൻഡോസ് 10ന്റെ അതേ പെൻഡ്രൈവ് തന്നെ നമുക്ക് കാണിക്കുന്നത്. നമ്മൾ നേരത്തെ ബൂട്ടബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത USB ആണ്. ഇനി ഇതിന്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്കിത് ഇജക്ട് ചെയ്യാം. നമ്മൾ നമ്മുടെ USB ഡ്രൈവ് ഇജക്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് കാണുന്നത് ഹാർഡ് ഡിസ്കിലുള്ള 3 പാർട്ടീഷനുകളാണ്. അതായത് നമ്മൾ ലോക്കൽ ഡെസ്ക് D LSC, അതിനകത്താണ് നമ്മളിപ്പോൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തത്. വിൻഡോസിന്റെ ഫയൽസ് ആയി കാണുന്നത് ഈ ഒരു 5 ഫോൾഡറുകളാണ് ഉണ്ടാവുക ഡിഫോൾട്ടായിട്ട്. ഈ ലോക്കൽ ഡിസ്ക് ഇയും ലോക്കൽ ഡിസ്ക് എഫും നമ്മൾ ഒരു ഏകദേശം 200 GB സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പൊ നമുക്കിത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്യേണ്ടത്. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡു യു വാണ്ട് ടു ഫോർമാറ്റ് ഡിസ്ക് എന്ന് വയ്ക്കും. ഫോർമാറ്റ് കൊടുക്കുക, സ്റ്റാർട്ട് കൊടുക്കുക, ജസ്റ്റ് പ്രസ് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഫോർമാറ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ ലോക്കൽ ഡിസ്ക് ഇ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ 244 GB ആണ് സെറ്റ് ചെയ്തത്. അതേപോലെ തന്നെ ലോക്കൽ ഡിസ്ക് എഫും ഫോർമാറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ലോക്കൽ ഡിസ്ക് എഫും ഉപയോഗിക്കാം. 195 GB ആണ്. രണ്ട് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി. അപ്പോൾ നമ്മുടെ വിൻഡോസിന്റെ ഇൻസ്റ്റാളേഷൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കൂടുതൽ സംശയം എന്തെങ്കിലും ഉള്ളവർക്ക് കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാളേഷൻ മാത്രമാണ്, വിൻഡോസ് 10ന്റെ ഇൻസ്റ്റാളേഷൻ മാത്രമാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇനി നമുക്ക് എന്തെങ്കിലും ഈ വിൻഡോസിലെ സ്ക്രീനുകളിൽ എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ ഡ്രൈവറുകൾ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിലൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഡ്രൈവറുകളെല്ലാം ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി വിൻഡോസ് 10ന്റെ കൂടെ എല്ലാ ഡ്രൈവറുകളും ഏകദേശം എല്ലാ ഡ്രൈവറുകളും ഉണ്ടാവും. നമ്മളിത് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ദിസ് PCയുടെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം മാനേജ് എന്നുള്ള ഓപ്ഷൻ എടുത്താൽ നമുക്ക് ഇവിടെ ഡിവൈസ് മാനേജർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഏതൊക്കെ ഡിവൈസുകളാണ് നമ്മൾ കണക്ട് ആയിട്ടുള്ളത് അതിന്റെ എല്ലാത്തിന്റെയും ലിസ്റ്റ് ഇവിടെ കിട്ടുന്നതാണ്. അതിനകത്ത്
നമുക്ക് ചെക്ക് ചെയ്യാം ഏതിൻ്റെയൊക്കെ സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ ഡ്രൈവറുകൾ മിസ്സിംഗ് ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യാണ്. ഡിസ്പ്ലേ ഡ്രൈവർ, കീബോർഡ്, പോർട്ടബിൾ ഡിവൈസസ്, വിൻഡോസ് 10ന്റെ ഡ്രൈവർ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യില്ല മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ ഞാനത് റിമൂവ് ചെയ്തപ്പോൾ അത് പോയി. അങ്ങനെ എല്ലാ ഇതും കാണുന്നതാണ്. നമ്മുടെ വിൻഡോസ് 10 ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും സംശയമുള്ളവർക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ വരാവുന്നതാണ്. അപ്പോൾ ഇറ്റ്സ് മീ മിസ്റ്റർ ഇംപെർഫെക്റ്റ് സൈനിങ് ഔട്ട്. കൂടുതൽ വീഡിയോകൾ കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ശേഷം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.